അജിത്ര മാം ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഈ ADHD എന്നൊരു അവസ്ഥ അതിലും വിജയം കൈവരിച്ച ഒരാൾ നമുക്ക് മുന്നിൽ ഉദാഹരണമായി നിൽക്കുമ്പോൾ അത് വലിയ പ്രശ്നമൊന്നുമല്ല. ഏതൊരാൾക്കും അത്തരത്തിലൊരു അവസ്ഥ ഉണ്ടെങ്കിൽ പോലും വിജയം കൈവരിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ജീവിതത്തിൽ മുന്നോട്ട് പോകാം, ധൈര്യമായി വിജയിക്കാം എന്നൊരു സന്ദേശം കൂടി അവിടെ ഉണ്ടല്ലേ. അത് വലിയൊരു അവസ്ഥയായിട്ടൊന്നും കാണേണ്ട സാഹചര്യം ഇല്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? വലിയൊരു അവസ്ഥയായിട്ട് കാണേണ്ട ആവശ്യമില്ല എന്നതിലുപരി ഈ അസുഖത്തിനെ കുറിച്ച്, അതായത് മാനസിക അസുഖം ഉണ്ടെന്ന് പറയുന്നതിൽ നാണിക്കേണ്ട ആവശ്യമില്ല. മാനസിക അസുഖം, ശരീരത്തിന് അസുഖം വരുന്നത് പോലെ തന്നെ ഒരു അസുഖമാണ് മാനസിക അസുഖം. അത് തുറന്നു പറയാനും ചികിത്സ തേടാനും മടിക്കേണ്ട എന്നൊരു സന്ദേശമാണ് ഇതിൽ കൂടെ നൽകുന്നത്. അതും ഒരു സെലിബ്രിറ്റി തന്നെ തുറന്നു പറയുമ്പോൾ സാധാരണ ആൾക്കാർക്ക് ഇപ്പൊ തന്നെ ADHD കുറിച്ച് കേരളത്തിലുള്ളവരൊക്കെ കൂടുതൽ അറിയുകയാണ്. അപ്പൊ ADHD ഉള്ള കുട്ടികളിലാകട്ടെ വലിയ ആൾക്കാരിലാകട്ടെ അവർക്ക് ചികിത്സ തേടാൻ ഇത് കൂടുതൽ സഹായകമാണ്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതൊരു സ്പെക്ട്രം പോലെയാണ്. അതായത് ചെറിയ രീതിയിൽ അസുഖമുള്ളവരുണ്ടാകാം, വലിയ രീതിയിൽ അസുഖമുള്ളവരുണ്ടാകാം. ചെറിയ രീതിയിൽ അസുഖമുള്ളവര് ചിലപ്പോ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകൾ ചെറുപ്പത്തിന് അനുഭവിക്കും, പ്രായമാകുമ്പോൾ വലുതാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ കുറയും, വലിയ കുഴപ്പമില്ലാതെ പുറത്ത് കാണുമ്പോൾ വലിയ കുഴപ്പമില്ലാന്ന് വിചാരിച്ചു പോകാം. പക്ഷെ മറ്റു ചിലർക്ക് ഈ അസുഖം നല്ല തീവ്രമായിട്ടുള്ള ചിലർക്ക്, ഇപ്പൊ കുട്ടികളാണെങ്കിൽ ഓടിച്ചാടി നടന്ന് കൈ ഒടിക്കുക, കാലൊടിക്കുക, മറ്റുള്ളവരായിട്ട് അടി കൂടുക, പിന്നെ ലഹരി വസ്തുക്കൾ ചികിത്സിച്ചില്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ അക്രമാസക്തി കൂടാനുള്ള സാധ്യതയുണ്ട്. അത് അസുഖത്തിന്റെ തീവ്രത അനുസരിച്ചിരിക്കും. അപ്പോൾ അസുഖം ഏതളവിലാണെങ്കിലും സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് കാണിച്ച് സൈക്കോതെറാപ്പിയും ശരിയായ ചികിത്സയും എടുത്താൽ നമുക്ക് അവരുടെ ജീവിതം കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ സഹായിക്കും. തീർച്ചയായും. നിതിൻ സാർ, നമ്മൾ തുടക്കത്തിൽ തന്നെ ഒരുപാട് പുതിയ വാക്കുകൾ പറഞ്ഞു, ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞു, നമ്മൾ അത് ഡിപ്രഷന്റെ കാര്യം പറഞ്ഞു, അതേപോലെ ADHD എന്താണ് ഇതൊന്നുമല്ലാതെ പുതിയ വേറെ കുറച്ച് രോഗാവസ്ഥകളൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ളത്? ഞങ്ങൾ മലയാളികൾക്ക് അറിയാൻ ആകാംക്ഷയുണ്ട്. കാരണം ഇനി മറ്റൊരു സെലിബ്രിറ്റി വന്ന് ആ ഒരു വാക്ക് പറയുമ്പോഴായിരിക്കും നമ്മൾ അതിന് പിന്നാലെ പോകാതെ എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ കാണിക്കുക. ഈ ADHD പോലെ വേറെ സെലിബ്രിറ്റികൾ പിന്നെ പബ്ലിക്കലി അക്നോളജ് ചെയ്യുന്ന വേറൊരു അസുഖമാണ് നമ്മുടെ ഒരുപാട് അസുഖങ്ങൾ പറയാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് ഈ OCD എന്ന് പറയും, ഒബ്സസീവ് കമ്പൽസീവ് ആയിട്ടുള്ള ഡിസോർഡർ, അതിൻ്റെ ഫീച്ചേഴ്സ് കണ്ടിരിക്കും. ചില സെലിബ്രിറ്റീസൊക്കെ അത് പബ്ലിക്കലി അക്നോളജ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ എത്രത്തോളം കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. അതുപോലെ തന്നെ ഈ ഡിപ്രഷൻ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈവൻ ചെറിയൊരു ഡിസപ്പോയിൻമെൻറ്റോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള സാഡോ ടെൻഷനോ സ്ട്രെസ്സോ ഒക്കെ ഉള്ളവരൊക്കെ തന്നെ ഇപ്പോൾ എനിക്ക് ഡിപ്രഷനാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ സാഡെന്നോ ഡിസപ്പോയിൻമെൻറ്റോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ഐഡൻറ്റിറ്റി അത് ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും ഡിപ്രഷൻ എന്ന് അവർ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ആക്ച്വലി അതൊരിക്കലും ശരിയായിട്ടുള്ള ഒരു നോമൻക്ലേച്ചർ അല്ലെങ്കിൽ ടെർമിനോളജി അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യം. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഡിപ്രഷൻ എന്താണ്? കാരണം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഡിപ്രഷൻ. അപ്പോൾ യഥാർത്ഥത്തിൽ ഡിപ്രഷൻ എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഡിപ്രഷന് പ്രധാനമായിട്ടും 3 സിംറ്റംസ് ആണുള്ളത്. ഒന്ന്, ലോസ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് അതിനകത്തൊരു സന്തോഷം കണ്ടെത്താനോ എൻജോയ്മെന്റോ കണ്ടെത്താനോ പറ്റാത്ത അവസ്ഥ. അതുപോലെ തന്നെ മൂഡ് ഡിപ്രസ്ഡ് ആവുക. നമ്മുടെ ഒരു നോർമൽ മൂഡ് ഉണ്ടാവും, മൂഡ് എലിവേറ്റഡ് ആകുമ്പോഴാണ് മാനിക് സ്റ്റേറ്റിലേക്ക് പോവുക. ആ നോർമൽ മൂഡിൽ നിന്ന് താഴേക്ക് വരുമ്പോഴാണ് ഡിപ്രസീവ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോകുക. അതുപോലെ തന്നെ ക്ഷീണം. ഇത് 3ഉം പ്രധാനമായിട്ടും ഡിപ്രഷനുള്ള ആൾക്കാരിൽ ഉണ്ടാവുക എന്നുള്ളതും ഇത് തുടർച്ചയായിട്ട് അറ്റ്ലീസ്റ്റ് 2 ആഴ്ച ഉണ്ടായിരിക്കുക എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഒപ്പം എല്ലാ മാനസിക അസുഖത്തിനും അല്ലെങ്കിൽ അതിൻ്റെ ക്രൈറ്റീരിയയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ക്രൈറ്റീരിയയാണ് ഈ ബുദ്ധിമുട്ട് കാരണം അല്ലെങ്കിൽ ഈ സിംറ്റംസ് കാരണം നമ്മുടെ സോഷ്യൽ ഒക്യുപ്പേഷണൽ ഫാമിലി ഫങ്ഷനിങ്ങിനെയൊക്കെ ബാധിക്കുക എന്നുള്ളത്. അല്ലാതെ ഇതൊന്നും ബാധിക്കാതെ എനിക്കൊരു ടെൻഷൻ ഉണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായി, അല്ലെങ്കിൽ ഒരു പരീക്ഷയിൽ ഫെയിലുവർ ഉണ്ടായി, അപ്പോൾ എനിക്കൊരു ചെറിയ വിഷമം വന്നു, ഞാൻ എൻ്റെ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്, എൻ്റെ ഫാമിലിയിലെ ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റീസൊക്കെ നന്നായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്, അതൊരിക്കലും നമുക്ക് ഡിപ്രഷൻ എന്ന് പറയാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ 2 ആഴ്ച തുടർച്ചയായിട്ട് ഉണ്ടാവുകയും നമ്മുടെ ദൈനംദിന ഫങ്ഷനിങ്ങിനെ ബാധിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് അതിന് ഡിപ്രഷൻ എന്നുള്ള രീതിയിലേക്ക് പറയാനായിട്ട് കഴിയുക എന്നുള്ളത് നമ്മളെപ്പോഴും ഓർത്തിരിക്കുക.